ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് ഫുൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഔട്ടിംഗ് വ്ളോഗിൽ ഒരു പാർക്കാണ് കാണിക്കുന്നത്. പട്ടാമ്പിക്ക് അടുത്തുള്ള തൃത്താല എന്ന സ്ഥലത്തുള്ള വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കാണ്. അപ്പോൾ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് പോയതല്ല, അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പോകുമ്പോൾ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ആക്ച്വലി ഒരു 2:30 3 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പാർക്കിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ മഴക്കാലവുമാണ്, പക്ഷെ അന്ന് മഴ ഉണ്ടായിരുന്നില്ല. ചെറിയതായിട്ടൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. വലിയ ചൂടും കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. കച്ചറ എന്ന് പറഞ്ഞ സാധനമല്ല. സാധാരണ നോർമൽ പാർക്കിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല കാണാറുള്ളത്. പക്ഷെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തിരക്ക് കുറഞ്ഞ കാരണം കൊണ്ട് തന്നെ എല്ലാം നല്ല തിരക്കും കാര്യങ്ങളും ഇല്ലാതെ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം പറ്റി. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളാണ് ഇങ്ങനെ കാണുന്നത്, സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി. അതുപോലെ തന്നെ മുന്നിൽ കണ്ടത് നിങ്ങളൊരു സ്റ്റേജ് പോലെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടാവുമായിരിക്കാം. മേ ബി ഇതിനൊക്കെ ആയിരിക്കാം, അറിയില്ല എന്നായെങ്കിലും സംഭവം നല്ല രസമുണ്ട്. പിന്നെ പുഴ, അവിടെ ഒരു പുഴ ഉണ്ടല്ലോ, നമ്മുടെ ഭാരതപ്പുഴ തന്നെയാണ്. അതിനോട് ചേർന്നിട്ടാണ് ഈ പൈതൃക പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കാണുന്നതാണ് വെള്ളിയാങ്കല്ല് പാലം. ഷട്ടറൊക്കെ ഉള്ള പാലം തന്നെയാണ്. അപ്പോൾ ഷട്ടർ ഓപ്പൺ ആക്കി വെച്ചിട്ട് അത് കാരണം അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ കണ്ടു കിടക്കുന്നത്. തിരക്കില്ലാത്തത് കൊണ്ട് ഭയങ്കര എന്താ പറയുക, ശാന്തമായിട്ട് നമ്മളാവും ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് കയറിയ ആൾക്കാർ. അപ്പോൾ ശാന്തമായിട്ട് എല്ലാം നടന്ന് കാണാൻ പറ്റി. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ചെറിയ ചെറിയ ഇരിക്കാനുള്ള കസാരകളും പിന്നെ ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഈവനിങ് 4 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക്. രാത്രി 8 മണി വരെയാണ് പാർക്കുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടോയ്ലറ്റ്സും കാര്യങ്ങളും ചെറിയൊരു നമുക്ക് ജ്യൂസും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പറ്റിയുള്ള ചെറിയൊരു കടകളുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ലേഡീസും ജെൻസും ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കാണുന്നതാണ്. ഇവിടെ അല്ല, ഇതിൻ്റെ വേറൊരു വശത്തായിട്ടാണ് ലേഡീസും ജെൻസിനുമായിട്ടുള്ള സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്. പിന്നെ കാണുന്നതാണ് അവിടെ നിന്ന് ഞങ്ങൾ വെള്ളം മേടിക്കാൻ പോയതാണ്. അതിൻ്റെ അവിടെ തന്നെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് തണൽ കിട്ടിത്തരുന്ന ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾ കളിക്കാൻ ഊഞ്ഞാലും കാര്യങ്ങളും സൗകര്യങ്ങളും. പിന്നെ എന്താ വെച്ചാൽ കച്ചറല്ലേ മെയിനായിട്ട്, നമുക്കറിയാമല്ലോ. നമ്മൾ എവിടെ ബീച്ചിൽ പോയാലും അവിടെ പോയാലും എല്ലാം കച്ചറയാവും. പ്ലാസ്റ്റിക് ഇട്ടിട്ടും വേസ്റ്റ് ഇട്ടും അതെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിപ്പോയി കേട്ടോ. ഇത്രയും ക്ലീന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പുഴ നല്ല ഭംഗിയുണ്ട് കാണാൻ. പുഴ കാണാൻ എന്താ പറയുക, മസ്റ്റ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് തൃത്താല അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ നിങ്ങൾ GPS ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്കിത് കാണാൻ പറ്റും. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. എത്ര കുറച്ചായി ഇത് തുടങ്ങിയിട്ട്, കറക്റ്റ് എത്ര വർഷമായി എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉമ്മയോട് നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മാക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിസ്കരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഏരിയയിലോട്ട് പോകാനാണ്. അപ്പോൾ വീണ്ടും നമ്മൾ വന്ന വഴിയിലൂടെ തന്നെയാണ് വീണ്ടും അങ്ങോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് വീണ്ടും ഈ കാഴ്ചകൾ കാണുന്നത്. കാണുന്നില്ല, ഒരു കച്ചറ പോലും, ഒരു പേപ്പറിൻ്റെ കഷ്ണം പോലും, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം പോലും പാർക്കിനുള്ളിൽ. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെ കേരളം സംബന്ധിച്ചിട്ട് എവിടെ നോക്കിയാലും പേപ്പറും വേസ്റ്റും കച്ചറയും അതൊക്കെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഭയങ്കര കുട്ടികളെ അവിടെ വൈകുന്നേരം ഇപ്പോൾ കുട്ടികൾ കളിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, സ്കൂൾ. ഇതിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരിക്കാം നല്ല വെള്ളമുള്ള സമയത്ത്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് ആക്ച്വലി പാർക്കിൽ പ്രിഫറബിൾ അല്ലെങ്കിൽ പോലും, പക്ഷെ ആ സമയത്ത് അവിടെ എന്താ പറയുക, പാലത്തിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. നല്ല രസത്തിൽ ഇവർ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഫാമിലി ആയിട്ടും ഈവനിങ് ആയിട്ട് വന്നിട്ട് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കും. അത്രയും പ്ലാന്റ്സ് ഇവരിവിടെ നട്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കുട്ടികളിവിടെ അപ്പോൾ വൈകുന്നേരം 4 മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ ഏരിയയിലോട്ട് വന്നത്, കുട്ടികളുടെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ. അവിടെയും ഊഞ്ഞാലുകളും കാര്യങ്ങളും വലിയ ആളുകളൊക്കെ കളിക്കുന്നുണ്ട്, വലിയ ആളുകൾ കളിക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ട്. എല്ലാം കൂടിയും ഭയങ്കര നല്ലൊരു പാർക്കാണ്. അപ്പം ഞാൻ ഈ വെള്ളിയാങ്കല്ല് പാർക്കിനെ കുറിച്ചിട്ട് മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പുഴയോട് ചേർന്നിട്ട് നല്ല അടിപൊളി. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ വെള്ളിയാങ്കല്ല് പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് കോട്ടേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മരങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ, കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല തണൽ തരുന്ന മരങ്ങളാണ്. നെല്ലിക്ക, അങ്ങനെ എന്താ പറയുക, ഞാൻ നെല്ലിക്ക എന്ന പ്ലാന്റിനെ മാത്രമാണ് ഇത് മനസ്സിലാക്കിയത്. വേറെ ഒരുപാട് കാറ്റാടിമരമുണ്ട്, നെല്ലിക്ക ഉണ്ട്, അങ്ങനെ ഒരുപാട് ചെടികളും പ്ലാന്റ്സൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർക്കാണ്. അപ്പോൾ ഏകദേശം പാർക്ക് ഞങ്ങൾ ഇപ്പോൾ കവർ ചെയ്ത്. ഇതിൻ്റെ നെക്സ്റ്റ് ഈ ഭാഗത്തിൻ്റെ എൻഡിലോട്ട് പോയി കഴിഞ്ഞാലാണ് അവിടെ ലേഡീസും ജെൻസും സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏകദേശം നമ്മൾ പാർക്ക് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.